ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറുത്താർ വികസനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൻ്റെ വടക്കാറ്റമായ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ മേലെയാണുള്ളത്. ഇവിടുന്ന് പൂളാടിക്കുന്ന് വരെയുള്ള ഭാഗത്തെ പ്രധാന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കോരപ്പുഴ പാലത്തിൻ്റെയും പുറക്കാട്ടിരി പാലത്തിൻ്റെയും എല്ലാം പുതിയ മാറ്റങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, കൂടെ ലൈക്ക് നൽകുക. വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞതിന് ശേഷം പാലത്തിൻ്റെ മേൽഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ പാലത്തിൽ ഇതിനോടകം തന്നെ മുഴുവനായും മാസ്റ്റിക് പാഡ് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പാലത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വർക്കും ആരംഭിച്ചിട്ടുണ്ട്. ഇത് വിരിക്കും മുന്നേ പൊടിയൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്യുകയാണ് ഇവിടെ. രണ്ട് ദിവസം കൊണ്ട് ഈ പാലത്തിലും മാസ്റ്റിക് പാഡ് വിരിച്ചു കഴിയും. ഇവിടങ്ങളിൽ ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയും ഒക്കെ കോൺക്രീറ്റ് വർക്കും പൂർത്തീകരിക്കാനുണ്ട്. ഈ ഒരു ബൈപ്പാസിൽ പാലായി പാലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാലമാണ് വെങ്ങളം ഫ്ലൈ ഓവർ. മഴ പെയ്താൽ വെള്ളം ഇറങ്ങി ലീക്ക് വരാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മാസ്റ്റിക് പാഡ് ടാറിങ്ങിന് മുന്നേ ചെയ്യുന്നത്. NH-60 ഉടനീളം എല്ലാ റീച്ചിലെ പാലങ്ങളുടെ വർക്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. വെങ്ങളത്തിൽ നിന്ന് കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ പാലത്തിൻ്റെ മേൽ ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടി ഗാൻഡറി ക്രെയിൻ സെറ്റാക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ തെക്കേ അറ്റത്താണ് ക്രെയിൻ സ്ഥാപിക്കുന്നത്. വടക്കു ഭാഗത്ത് നിന്നാവും ട്രാക്ക് വെച്ച് ഗർഡർ വലിച്ച് കൊണ്ടുവരിക. അപ്പോൾ വടക്ക് ഭാഗത്തെ പാലത്തോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ മുഴുവനായും ഫിനിഷായിട്ടുണ്ട്. പതിനഞ്ചോളം പില്ലറുകൾക്കിടയിൽ 70ഓളം ഗർഡറുകളാണ് ഇവിടെ ലോഞ്ച് ചെയ്യാനുള്ളത്.
കോരപ്പേക്കും പലോറമല ജംഗ്ഷനുമിടയിൽ മണ്ണിട്ട് ഉയർത്തി വീതി കൂട്ടുന്ന വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അത് ഇവിടങ്ങളിൽ നടന്നു വരികയാണ്. വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഡിവൈഡറിൻ്റെയും സൈഡ് വാളിൻ്റെയും ഒക്കെ കോൺക്രീറ്റ് വർക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ അതും നടക്കുന്നുണ്ട്. പുറക്കാട്ടൂർ പാലത്തിലും ടാറിങ്ങിന് മുന്നോടിയായി മാസ്റ്റിക് പാഡ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ ടാറിംഗ് വർക്ക് തുടങ്ങും. പൂളാടിക്കുന്നിലേക്ക് വന്നാൽ പൂളാടിക്കുന്ന് ജംഗ്ഷനിലെ 2 പാലത്തിലും കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. പാലത്തിൻ്റെ തെക്ക് ഭാഗത്തായി അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. അമ്പലപ്പുഴ അണ്ടർപാസിൻ്റെ അവിടുത്തെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.